ഹായ്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള തുടക്കം സിനിമയുടെ റിലീസിംഗ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ജൂഡ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആശീർവാദ് സിനിമാസാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു. ഓണം റിലീസ് ആദ്യം തിയേറ്ററിലെത്തുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ മകൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടനുണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനുണ്ട്, സായി കുമാറുണ്ട്. അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. സിനിമ ട്രെയിലർ എത്തിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കിയാലോ. നമ്മുടെ ലാലേട്ടനുണ്ടോ എന്നൊക്കെ നോക്കാം. സായി കുമാർ, ആശീർവാദ് സിനിമാസ്. വിസ്മയ, എന്റെ പേര് സിയ. മിയ. നൈസ് വ്യൂസ്. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വിസ്മയ മോഹൻലാൽ. അച്ഛനുണ്ട്. ചേട്ടാ കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. ചിപ്പിയാണോ? വിളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഷോ ഇറങ്ങുമല്ലോ ജോപ്പിത്ര. ഞാനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. തുടക്കം. ജേക്സ് ബിജോയുടെയാണ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ട്രെയിലർ നൈസ് ട്രെയിലർ ആട്ടോ, കൊള്ളാം, സംഭവം കൊള്ളാം. പ്രതീക്ഷേനെക്കാട്ടി നല്ലൊരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ അവസാനം താടിയൊക്കെ വെച്ച് മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നൊരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പുള്ളി ഇതിനകത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ വിസ്മയ നമ്മുടെ സായി കുമാറിൻ്റെ മകളായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ TG രവി ഉണ്ട്. ഒരു വലിയൊരു താരനിര എത്തുന്നുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നൈസ് ക്യാമറ വർക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ആ നൈറ്റ് ഷോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സിനിമ ആയിരിക്കുമെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ പ്രതീക്ഷയായി. പിന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് നമ്മുടെ മേജർ മാമൻ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സിനിമ ആയിരിക്കും. ഈ ഒരു ഫാമിലി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സിനിമ ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇതിനകത്ത് പുള്ളിക്കാരി ബോക്സിങ്ങിൻ്റെ എന്തോ സംഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം അല്ലേ, വിസ്മയ മോഹൻലാലിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്നറിയാൻ. ട്രെയിലർ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിസ്മയുടെ ആ ഷോട്ടിലൊക്കെ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഈ ട്രെയിലറിൽ കാണുമ്പം നമുക്കൊരു ആദ്യമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളുടെ മകൾ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ. അപ്പോൾ ആങ്ങളെയും പെങ്ങളും ഇപ്പോൾ സിനിമയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ജൂഡ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമ 7-ാം തീയതി തിയേറ്ററിലേക്ക് എത്തും. എന്തായാലും ആദ്യ ഷോ തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണും. കണ്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും കൊള്ളാം, നൈസ്.